ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാതെ സർക്കാർ ഏറ്റെടുത്ത് മികവിന്റെ കേന്ദ്രങ്ങളാക്കിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തൃത്താല തിരുമിറ്റക്കോട് അഖിലാണം ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രണ്ടായിരത്തി 3000-ഓളം വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടത്. 2016 മുതൽ അവ മികവിന്റെ പാതയിലേക്ക് ഉയർന്നുവെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ എണ്ണം മാത്രമല്ല കാര്യം, ഒരു സ്കൂളും അടച്ചുപൂട്ടി പോകരുത് എന്ന് നിർബന്ധമുള്ള ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്. അല്ലെങ്കിൽ ഈ സ്കൂൾ എപ്പോഴും പൂട്ടിയിട്ടുണ്ടാവും. പൂട്ടാൻ തീരുമാനിച്ചതാണ് 2002 അല്ലെ പ്രസാദ്? 2002 കേരളത്തിലാകെ 3000 ചില്ലാനും സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ് അഖിലാണം GLP സ്കൂൾ എന്ന് നമ്മൾ ആരും മറന്നു പോരുത്. പിന്നീട് കേരളത്തിൽ കണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്കൂളുകളെല്ലാം ലോകോത്തര സ്കൂളുകളായി സൗകര്യങ്ങളിലേക്ക് വളരുന്നതാണ്. ഇപ്പോ ടീച്ചർ എന്നെ പറഞ്ഞല്ലോ, മാരായമംഗലം സ്കൂള് ടീച്ചറെ വളർത്തി വലുതാക്കിയ ഈ മാരായമംഗലം സ്കൂള് എനിക്ക് നന്നായിട്ട് നേരിട്ടറിയാവുന്നതാണ്. പണ്ട് മാരായമംഗലം സ്കൂളില് എവിടെ പഠിക്കണം എന്ന് വെച്ചാൽ മാരായമംഗലം സ്കൂള്. അപ്പൊ ഏതാണ്ട് എന്താ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം. അത്ര മോശമായിരുന്നു അന്നത്തെ കാലത്ത്. വളരെ മോശം സ്കൂളുകളുടെ ഗണത്തിലായിരുന്നു. ഇന്ന് മെച്ചപ്പെട്ട സ്കൂളായി. അത് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കഥയല്ല. കേരളത്തിലെ പിന്നാക്കം നിന്ന എല്ലാ സർക്കാർ സ്കൂളുകളും മികച്ച സ്കൂളുകളായി മാറിയത് ഈ ഗവൺമെന്റ് 5000 കോടിയോളം രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. എല്ലാ സ്കൂളിലും വലിയ സൗകര്യങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ സർക്കാർ സ്കൂള് ഇതുപോലെ സൗകര്യമുള്ള സ്കൂളുകളുള്ളൂ. ബാക്കി എല്ലായിടത്തും പൂട്ടലാണ്. ബാക്കി എല്ലായിടത്തും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് സ്കൂളാണ് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടിയാലോ പകലാണ് സ്കൂൾ അടച്ചുപൂട്ടിയാൽ ഇവിടെയുള്ള സാധാരണക്കാരന്റെ മക്കൾ അവിടെ പഠിക്കും. ഇത് പൂട്ടി വെക്കണം. അപ്പൊ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇറങ്ങും. എന്നിട്ട് വലിയ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ പൂട്ടാതിരിക്കുമ്പോ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. 10 വർഷം കൊണ്ട് 5000 കോടി രൂപയാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല മണ്ഡലത്തിൽ 22 വിദ്യാലയങ്ങൾക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. അതിൽ 18 വിദ്യാലയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന ഗവൺമെന്റ് LP സ്കൂളിന് മന്ത്രി M.V. രാജേഷിന്റെ ശ്രമഫലമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 90 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശർമിള, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജില രതീഷ്, MG രാജഗോപാലൻ, P മണികണ്ഠൻ, AEO K പ്രസാദ്, പ്രധാന അധ്യാപിക P കനകാംബിക, PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.